രാജി, ഇനി ഞങ്ങളാരും നിന്നെ ഒന്നും ചെയ്യില്ല. അറിയാതെ പറ്റിയ തെറ്റാ, ക്ഷമിക്കും. സോറി. അയ്യോ രാഹുലേട്ടാ, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സോറി രാജി, സോറി. എന്താ രാഹുലേട്ടാ ഇത്? ഒന്ന് കേറി പോടി, പോ. നാത്തൂനെ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ? ഇതാ ഗംഗയും ഗൗരിയും ചേർന്നുള്ള പണിയാ, ഉറപ്പാ. അതെ അമ്മേ, നമുക്ക് ഈ കല്ലെല്ലാം മഹിയേട്ടനെ കാണിക്കണം. തിരുമയുടെ കള്ളത്തിലും മഹിയേട്ടനും അറിയട്ടെ. അതെ, തെളിവില്ലാതെ നമ്മൾ പറഞ്ഞാ മഹി വിശ്വസിക്കില്ല. എങ്കിൽ വേറെ ഈ കല്ലെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാം. രാഹുലേ വാ. മഹി, എന്താ അമ്മേ? ഞങ്ങൾക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ, കാര്യം പറ. നിന്റെ ഭാര്യയെ ഇവിടെ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട്. എന്ത് പണി? ഇവളിവിടെ എന്തൊക്കെയോ പൂജ നടത്തിയത് നീയും കണ്ടതല്ലേ? അതിന്? അത് സാധാരണ പൂജയല്ല, ഏതോ ദുർമൂർത്തിയെ ആവാഹിച്ചതാ. അതേ മഹി, ഞങ്ങളെയൊക്കെ ദ്രോഹിച്ച് ഇവിടെ ഒന്ന് ഓടിക്കാനാ ഇവള് ശ്രമിക്കുന്നത്. എന്താ ഗംഗ ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല മഹിയേട്ടാ. നീ ഒന്നും അറിയാതെയാണോ ഈ കല്ലുകൾ ഞങ്ങളുടെ നേർക്ക് അന്തരീക്ഷത്തിൽ നിന്നും വീണത്? ദാ മഹി, ഇത് കണ്ടോ? ഈ കല്ലുകള് ഞങ്ങളുടെ ദേഹത്ത് അന്തരീക്ഷത്തിൽ നിന്നും വീണതാ. ഏത് കല്ലുകൾ? നിനക്കത് കണ്ണു കാണില്ലേ? ഈ പാത്രത്തിലെ കല്ലുകൾ കാണുന്നില്ലേ? ഇല്ല, അതല്ലേ ചോദിച്ചത്. അയ്യോ, ഇതില് കല്ലുകൾ ഉണ്ടായിരുന്നു മയ്യേട്ടാ, സത്യം. നീ മിണ്ടരുത്, ഇനി നിർത്താറായില്ലേ നിന്റെ കള്ളത്തരം. അല്ല മോനെ, ഇതില് കല്ലുകൾ ഉണ്ടായിരുന്നതാ. അതെ. എന്നിട്ട് എവിടെ? എന്തിനാ അമ്മ ഇവനൊപ്പം കൂടി അമ്മയും കൂടി കള്ളം പറയുന്നത്? കണ്ടോ, ഇവിടെ ചിരിക്കുന്നത് കണ്ടോ? ഞാൻ ചിരിച്ചെന്നോ? ഈ ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നത്? വേണ്ടമ്മേ, രാഹുലിനോടുള്ള അമ്മയുടെ താല്പര്യം എനിക്ക് മനസ്സിലാവും. അതിന് കുറ്റവും പറയുന്നില്ല. പക്ഷേ അവനോടൊപ്പം കൂടി കള്ളം വേണ്ടായിരുന്നു. മോനെ മഹി, ഞാൻ... അമ്മ ചെല്ല്, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. പാവം അമ്മ എന്തോ പറഞ്ഞ് രാഹുൽ അമ്മയെ പറ്റിച്ചതാ. അതെ. ഗംഗേച്ചി, ഒന്നിങ്ങോട്ട് വരാമോ? മഹേട്ടാ, രാജ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. ചെല്ല്. എന്താ രാജി? എന്തൊക്കെയാ ഗംഗേച്ചി ഇവിടെ നടക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചാ ചോദിച്ചത്. ശരിക്കും അത്ഭുതം തോന്നാ. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, എല്ലാം നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് മാത്രം അറിഞ്ഞാ മതി. എന്നാലും ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതൊന്നും തൽക്കാലം നീ അറിയണ്ട. ഞാൻ പറഞ്ഞതുപോലെ നീ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ആ ജപിച്ച പൊടി രാഹുലേട്ടന് കൊടുക്കുന്നില്ലേ? ഉണ്ട്, കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. അത് മതി. വൈകാതെ തന്നെ രാഹുലേട്ടൻ നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങും. എനിക്കും ഇപ്പൊ വിശ്വാസം തോന്നുന്നുണ്ട്. നിന്റെ വിശ്വാസങ്ങൾ സത്യമാവും രാജി. നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. എന്നാലും അതെന്താണെന്ന് എന്നോടുകൂടി പറയാൻ പാടില്ലേ? ചേച്ചിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ?
നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല രാജി. ചില കാര്യങ്ങള് രഹസ്യമായിട്ടിരിക്കുന്നതാണ് നല്ലത്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നന്നായിട്ട് പ്രാർത്ഥിക്കേ, നല്ലൊരു ജീവിതം നിനക്കുണ്ടാവും. ശരി ചേച്ചി. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാലും ആ ചുണ്ണാമ്പുകൾ എവിടെ വന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ നാത്തൂനെ. എല്ലാം ആ ഗംഗയുടെ പണിയാ. ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതാ. ഗംഗയ്ക്ക് അത്രയ്ക്കൊക്കെയുള്ള കഴിവുണ്ടോ? എനിക്ക് സംശയം ഇതിന്റെ പിന്നിൽ ആ ഗൗരിയാണെന്നാ. അത് ശരിയാ. വന്നു വീണത് ചുണ്ണാമ്പുകലായ സ്ഥിതിക്ക് ഗൗരി തന്നെ ആയിരിക്കും. ഈ യക്ഷികൾക്ക് ചുണ്ണാമ്പ് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ശരിയാ. പക്ഷേ ആ ഗൗരിയെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത് ഗംഗ തന്നെയാ. ഗംഗയ്ക്കുള്ള പണി വൈകാതെ നമുക്ക് കൊടുക്കാം. ഗംഗയുടെ കാര്യത്തിൽ ഇനി യാതൊരു മര്യാദയും വേണ്ട. എങ്ങനെ അവളെ ഇല്ലാതാക്കണമെന്ന് മാത്രം ചിന്തിച്ചാ മതി. അതിന് തന്നെയല്ലേ നമ്മൾ കുറെ നാളുകളായിട്ട് ശ്രമിക്കുന്നേ. എത്രയൊക്കെ പറഞ്ഞാലും ആ നശിച്ചവക്ക് ഒടുക്കത്തെ ഭാഗ്യമാ. അല്ലെങ്കിൽ ഓരോരോ അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവോ? അവളുടെ ആ ഭാഗ്യം തന്നെ അവൾക്കെതിരാക്കി മാറ്റും ഈ ദേവയാനി. എന്നെ അവൾക്ക് ശരിക്കും അറിയില്ല. ഞാൻ ആരാണെന്ന് ഉടനെ ഗംഗ അറിയും. എന്താ നാത്തൂനെ? അയ്യോ, എന്റെ ചോറില് എനിക്കൊന്നും അറിയില്ല. ഞാൻ പോയി മഹിയെ വിളിക്കാം. വേഗം വരണേ നാത്തൂനെ. മോനെ മഹി. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? മോനെ അവിടെ. എന്താ അമ്മ, കാര്യം പറ. എന്താ പറ്റിയത്? അവിടെ ചോറിനകത്ത് മുഴുവൻ എന്തൊക്കെയോ ജീവികളും മുടിയും കല്ലും ഒക്കെയാ. ചോറിലോ? അതാരാ ആ പണി കാണിച്ചത്? ആരാണെന്നും ഞാൻ പറയുന്നില്ല. അമ്മ കാര്യം പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആന്റി ഇതിനും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? അതെ, നീ തന്നെ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. നിന്റെ പൂജയുടെയും വഴിപാടിന്റെയും ഒക്കെ ഫലവാ ഞങ്ങൾ അനുഭവിക്കുന്നത്. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? അമ്മ വാ, എന്താ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. മാമോനെ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിനക്ക് ബോധ്യപ്പെടുമല്ലോ. വാ ഗംഗ. നീ നോക്കു മഹി, ഇത് കണ്ടോ? ഈ ചോറ് കാണിക്കാനാണോ അമ്മ എന്നെ വിളിച്ചത്? അയ്യോ, ഇതെങ്ങനെ? ഇതിലുണ്ടായിരുന്ന ജീവികളെല്ലാം എവിടെ പോയി? എന്നോടാണോ ചോദിക്കുന്നത്? സത്യമഹി, ഇതിൽ എന്തൊക്കെയോ ജീവികൾ ഉണ്ടായിരുന്നു. അതെ, ഞാനും കണ്ടു മഹേട്ടാ. എന്നിട്ടിപ്പോ എവിടെ? മാഞ്ഞു പോയോ? അല്ല മോനെ, അമ്മ പറഞ്ഞത് സത്യവാ. എല്ലാം ഈ ഗംഗയുടെ പണിയാ. അതെ മഹേട്ടാ, ഈ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുറപ്പാ. ശരിയാ,
ഇവിടുത്തെ പ്രശ്നം നിങ്ങളാ. ഇങ്ങനെ പോയാ വൈകാതെ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. അല്ല മഹി, ഞങ്ങൾ പറയുന്നത് സത്യമാ. നീ ഒന്ന് വിശ്വസിക്ക്. ഇതിന് മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. വാ തന്നെ. ഭഗവാനെ, ഈ പാല് വാങ്ങി രാഹുലേട്ടൻ എന്റെ മുഖത്തേക്ക് എന്നെ ഒഴിക്കൂ. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ. രാഹുലേട്ടാ, പാല്. ഭഗവാനെ, രാഹുലേട്ടനൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഭയന്ന ഒന്നും സംഭവിച്ചില്ല. രക്ഷപ്പെട്ടു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? അതൊന്നും സാരല്ലേ രാഹുലേട്ടാ. ഉണ്ട് രാജി. നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷേ ഞാനോ സ്നേഹിക്കുകയാണെന്ന് അഭിനയിച്ച് നിന്റെ ശരീരം മാത്രം സ്വന്തമാക്കി. അതോടെ എൻ്റെ സ്നേഹവും കഴിഞ്ഞിരുന്നു. പക്ഷേ നീ എന്നെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ച് എൻ്റെ സ്നേഹത്തോടുള്ള ഒരു വാക്കിനും നോട്ടത്തിനും വേണ്ടി കുതിച്ചുകൊണ്ടിരുന്നു. രാജി, ഞാൻ നിന്നെ അവഗണിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും അതെല്ലാം ഒരു കരച്ചിലും മാത്രം ഒതുക്കിയതല്ലാതെ സ്നേഹത്തിൻ്റെ ഒരു തരി പോലും നിന്നിൽ നിന്ന് കുറഞ്ഞില്ല. എന്തിനാ രാഹുലേട്ടാ ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയട്ടെ രാജി, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിങ്ങലുകൾ, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും. ഇപ്പോൾ തന്നെ ഞാൻ ഒരു മൃഗത്തിന് തുല്യമാണ്. ഇനിയും ഞാനിതൊന്നും പറഞ്ഞു തീർത്തില്ലെങ്കിൽ അതിലും അധപതിച്ചൊരു ജന്മമായി പോകും എൻ്റേത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ഞാൻ നിന്നോട് ചെയ്തിട്ടും നീ എന്നെ അതിനേക്കാളൊക്കെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകളെ പറ്റി. എല്ലാത്തിനും മാപ്പ്. അത് മാത്രമേ എനിക്കിപ്പോൾ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് പകരമായി പറയാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഇനി മുതൽ എനിക്ക് നിന്നെ, നീ എന്നെ സ്നേഹിച്ചതിലും കൂടുതൽ സ്നേഹിക്കാൻ കഴിയും. നിനക്ക് നല്ലൊരു ഭർത്താവായി, നമ്മുടെ കുഞ്ഞിന് നല്ലൊരു അച്ഛനായി ഞാൻ ഇനി ജീവിക്കും. ഇനിയെങ്കിലും എനിക്കൊരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം രാജി. രാഹുലേട്ടാ, ഞാനിത് വിശ്വസിച്ചോട്ടെ? 100% നിനക്കെന്നെ വിശ്വസിക്കാൻ രാജി. ഞാനൊരിക്കൽ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ മാറും, മറക്കും, മരിക്കുമെന്ന്.
ഞാൻ മാറും, മരിക്കും. പക്ഷേ മറക്കില്ല, എന്റെ മരണം വരെ. മതി രാഹുലേട്ട, ഇനി ഒന്നും പറയണ്ട. എന്റെ ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും രാഹുലേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ തന്നെ ഞാൻ മറന്നു കഴിഞ്ഞു. എനിക്ക് സ്നേഹം മാത്രം മതി രാഹുലേട്ട. ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ എനിക്ക് സ്നേഹം മാത്രം മതി. എന്താണ് ഇന്ന് പെണ്ണിന്റെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ? ശരിക്കും നല്ല സന്തോഷത്തില ചേച്ചി. രാഹുലേട്ടൻ ഇപ്പൊ എന്നോട് വലിയ സ്നേഹ. ആഹാ, ഈ സ്നേഹം വിശ്വസിക്കാവുന്നതാണോ? അതെ ചേച്ചി, എനിക്കറിയാം രാഹുലേട്ടനെ. രാഹുലേട്ടന്റെ കണ്ണില് ആ സ്നേഹം ഞാൻ ശരിക്കും കണ്ടതാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോടെല്ലാം ശരിയാവുന്ന. എല്ലാം ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം. അതെ, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ സ്നേഹ ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. നീ തിരിച്ച് 100% രാഹുലേട്ടനെ സ്നേഹിക്കണം. അപ്പോ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. മനസ്സിലായി ചേച്ചി. എല്ലാം എന്റെ കുഞ്ഞിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. ഞാൻ ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ രാഹുലേട്ടൻ സ്നേഹിക്കുമെന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനായി. പിന്നെ നിന്റെ ഈ സന്തോഷം കാണുമ്പോ എനിക്കും സമാധാനായി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തോണ്ട് പോയി രാഹുലേട്ടന് കൊടുക്ക. ശരി ചേച്ചി. അവള് പറഞ്ഞത് സത്യമായിരിക്കുമോ? രാഹുലിനെ ശരിക്കും അവളോട് സ്നേഹം തോന്നി തുടങ്ങിയോ? ഒരിക്കലും ഇല്ല. രാഹുൽ അങ്ങനൊരു വിഡ്ഢിത്തരം ഒരിക്കലും കാണിക്കില്ല. എന്നാലും രാജി പറഞ്ഞത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നീ ഭക്ഷണം കഴിച്ചോ രാജി? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്തിനാ പിന്നെ ആക്കുന്നത്? നീ ഇരിക്കും, ഞാൻ വിളമ്പിത്തരാം. വേണ്ട രാഹുലേട്ടാ, ഞാൻ രാഹുലേട്ടൻ കഴിച്ചിട്ട് പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല രാജി. ഇപ്പൊ ആഹാരം കൃത്യസമയത്ത് കഴിക്കേണ്ടത് ഞാനല്ല, നീയാ. നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. അതൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ ഇങ്ങോട്ടിരിക്കും. ഇരിക്കേ. മര്യാദയ്ക്ക് തരുന്നത് മുഴുവനും കഴിച്ചോണം. ഇത്രയും കഴിക്കാനോ? എന്റെ വയറ് പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിയാലേ ഞാനതങ്ങ് സഹിച്ചു കേട്ടോ. വേഗം കഴിക്കി. രാഹുൽ, നീ എന്തിനാ എഴുന്നേക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കും. രാഹുൽ, അമ്മ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? നീ എന്തൊക്കെ രാഹുൽ ഈ കാണിക്കുന്നേ? എന്താ അമ്മേ, ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം വാരി കൊടുക്കാൻ ഇവളെന്താ കൊച്ചുകുട്ടിയാണോ? അതാണോ കാര്യം? ഇവള് ഭക്ഷണം കഴിക്കില്ല, അതാ ഞാൻ വാരി കൊടുത്തത്.
ഈ സമയത്ത് നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? ഇത് നിങ്ങളുടെ ബെഡ്റൂം ഒന്നുമല്ല. ഇവിടെ നിങ്ങൾ മാത്രമല്ല താമസിക്കുന്നത്, മറ്റാൾക്കാരൊക്കെ ഉണ്ട്. ഈ കോലം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. എന്ത് കോലം കെട്ട്? ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആഹാരം വാരി കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയാണോടി എന്റെ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞിട്ടല്ല. നീ പറയൂ ഇല്ലയോന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവടി. അമ്മേ, രാജിയെ വെറുതെ വഴക്ക് പറയാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ സ്വകാര്യതയാണ്. ഇതിൽ ഇടപെടുന്ന അമ്മയാണ് തെറ്റുകാരി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതില് അമ്മയെന്നല്ല ആർക്കും ഇടപെടാനും ഒരു അവകാശവുമില്ല. രാഹുൽ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് മറന്നോ? എനിക്കെല്ലാം അറിയാം. കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കാൻ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്ന ആളാണ്. അത് അമ്മ മറക്കരുത്.